ഈ വരുന്ന 3 മാസങ്ങളിൽ പല ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികളും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇൻവോൾവ് ആയിട്ടുള്ള പ്രോഗ്രാംസാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്റ്റുഡൻസിൻ്റെ ഒരു ഇതിൽ പ്രധാനപ്പെട്ട ഒരു തീം എന്ന് പറഞ്ഞാൽ പേസ് കെയർസ് ആണ്. ആ എൻവയറമെൻറ്റൽ കെയർ, വെൽനെസ്, വെൽബീയിങ് ഓഫ് ദ സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫ്, ആസ് വെൽ ആസ് ചാരിറ്റി ഡ്രൈവ്സ്, ഹ്യൂമാനിറ്റേറിയൻ പരിപാടികൾ ഒക്കെ, സ്കോളർഷിപ്സ്, ഈ കാര്യങ്ങളൊക്കെ കുട്ടികളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അവരുള്ളിൽ നല്ല ഇൻകൾക്കേറ്റിംഗ് വാല്യൂസാണ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട തീമായിട്ട് ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഓൾറെഡി ഒരു നിയർലി 40,000 കപ്പാസിറ്റിയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് ദ റീജിയൻ ആൻഡ് ഇന്ത്യ ഉള്ളത്. വി ആർ പ്ലാനിങ് ടു എക്സ്പാൻഡ് ഫർദർ ഒരു 20,000-ഓളം സ്റ്റുഡൻറ്റ് കപ്പാസിറ്റി അടുത്ത 5 വർഷത്തിനുള്ളിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള പദ്ധതികളും പ്രോഗ്രാംസും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇപ്പോൾ ദുബായ് എന്നെ സംബന്ധിച്ചിടത്തോളം അവരെ ഗവൺമെൻറ് പോളിസിയും ഗവൺമെൻറ് സ്ട്രാറ്റജിയിൽ തന്നെ ആക്സസിബിൾ അഫോർഡബിൾ എഡ്യൂക്കേഷൻ അവർ ടാർഗറ്റ് വെച്ചിരിക്കുകയാണ്. അവർ D33 എന്ന് പറയുന്ന പ്രോഗ്രാമിൽ അവർ അതൊരു ഇനീഷ്യേറ്റീവ് എടുത്തു. എത്രത്തോളം അവർ നമ്മളെ ദുബായിലുള്ള സ്കൂൾ പേസ് മോഡേൺ ബ്രിട്ടീഷ് സ്കൂളിൽ ഡയറക്ടർ ജനറൽ ഓഫ് KHDA ഹെർ എക്സലൻസി ആയിഷ മീറാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവർ വിസിറ്റ് ചെയ്തു. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹൈ ക്വാളിറ്റി അഫോർഡബിൾ എഡ്യൂക്കേഷൻ അവർ നേരിട്ട് കണ്ട് നമ്മൾ പ്രപ്പോസൽസും ഷെയർ ചെയ്തിട്ടുണ്ട്. അവർ വളരെ സപ്പോർട്ടീവായിട്ട് നമ്മളെ എക്സ്പാൻഷൻ പ്ലാൻസിനും ഈ എങ്ങനെയാണ് ഈ അഫോർഡബിൾ എഡ്യൂക്കേഷൻ നമുക്ക് ദുബായിൽ ഇനിയും കൊണ്ടുവരാമെന്നുള്ളതിനെക്കുറിച്ച് അവർ വളരെ നമ്മളോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.